ഉജ്ജ്വലമായിട്ടുള്ള നിരവധി പ്രചാരണ പ്രക്ഷോഭണ പരിപാടികളാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ഘട്ടത്തിന്റെ സമാപനം എന്നുള്ള നിലയിൽ ആഗസ്റ്റ് 10 അഖിലേന്ത്യാ വ്യാപകമായി വൈദ്യുതി ജീവനക്കാർ പണിമുടക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഒരു ഏറ്റുമുട്ടലിന്റെ പാതയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തു തന്നെയായാലും ഇലക്ട്രിസിറ്റി ഭേദഗതി നിയമം 2020-21 ഈ നടപ്പ് സമ്മേളനത്തിൽ തന്നെ പാസ്സാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് രാജ്യത്തെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. ഈ ബില്ലിനെ കൊണ്ടുള്ള ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്, കേന്ദ്രം ഉദ്ദേശിക്കുന്നത് വിതരണ മേഖലയുടെ സമ്പൂർണമായ സ്വകാര്യവൽക്കരണം. അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക്, സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങൾക്കും നമ്മുടെ കാർഷിക വ്യാവസായിക ഉത്പാദന മേഖലകൾക്കും യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് ഗുണമുണ്ടാകുന്നതൊക്കെ രാജ്യത്തെ വൻകിട സ്വകാര്യ കുത്തക കമ്പനികൾക്കാണ്. അവർക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ അതിബൃഹത്തായിട്ടുള്ള വിതരണ ശൃംഖലകൾ വിട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജനങ്ങളെ മറന്നുകൊണ്ടുള്ള, പാവങ്ങൾക്ക് വൈദ്യുതി അപ്രാപ്യമാക്കുന്ന, നമ്മുടെ ഉത്പാദന മേഖലയെ തകർക്കുന്ന ഇത്തരത്തിലുള്ള നിയമനിർമ്മാണത്തിനെതിരെ വൈദ്യുതി ജീവനക്കാരും ബഹുജനങ്ങളും ചേർന്നുകൊണ്ടുള്ള അതിബൃഹത്തായിട്ടുള്ള പ്രക്ഷോഭമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിരവധി ബഹുജന നേതാക്കൾ, നിരവധി വർഗ സംഘടനകളുടെ നേതാക്കൾ, സർവീസ് സംഘടനകളുടെ നേതാക്കളൊക്കെ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. ഈ കൺവെൻഷന് ശേഷം എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള ബഹുജന കൺവെൻഷനുകൾ ചേരും. പിന്നീട് പഞ്ചായത്തുകൾ തോറും ബഹുജന കൺവെൻഷനുകൾ ചേർന്നുകൊണ്ട് ഈ പ്രക്ഷോഭത്തിലേക്ക് ഈ രാജ്യത്തെ ഒരു വലിയ വിഭാഗം ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ പ്രസ്ഥാനമായി, വൈദ്യുതി മേഖലയെ സംരക്ഷിക്കാനുള്ള വലിയ പ്രസ്ഥാനമായി ഈ പ്രക്ഷോഭത്തെ വളർത്തിയെടുക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബഹുജന കൺവെൻഷൻ ചേരുന്നത്. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള, ആരാധ്യനായിട്ടുള്ള മന്ത്രിയാണ്. അദ്ദേഹം നമുക്കറിയാം, രണ്ടാം പിണറായി സർക്കാരിൽ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റു. അതിനുശേഷം ഈ ഇലക്ട്രിസിറ്റി നിയമ ഭേദഗതിക്കെതിരെ നമ്മുടെ ഗവൺമെന്റിന്റെ കടുത്ത വിയോജിപ്പ് രേഖാമൂലം തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളോടൊപ്പമാണെന്ന്, ഈ ഗവൺമെന്റും നമ്മുടെ മന്ത്രി നമ്മളോടൊപ്പമാണെന്ന് തെളിയിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നമ്മുടെ പ്രക്ഷോഭത്തിന് കരുത്ത് പകരുന്ന ഒന്നാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ആരാധ്യനായ വകുപ്പ് മന്ത്രി, വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവർക്ക് ഞാൻ ഈ ബഹുജന കൺവെൻഷനിലേക്ക് ഏറെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൺവെൻഷനിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മുൻ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ കർഷക സംഘത്തിന്റെ, അദ്ദേഹം കർഷക നേതാവ് കൂടിയാണ്, മുൻ സംസ്ഥാന പ്രസിഡന്റും ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ എം എം മണി അവർകളാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് ഞാൻ സഹർഷമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതേപോലെ ഈ കൺവെൻഷനിൽ CITUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് ആനത്തലവട്ട മാനന്ദൻ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ പ്രക്ഷോഭങ്ങൾക്കും കരുത്ത് പകർന്നുകൊണ്ട് നമ്മളോടൊപ്പം ഉള്ള സഖാവ് ആനത്തലവട്ട മാനന്ദൻ സഖാവിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ മുൻ മന്ത്രിയും മുൻ സ്പീക്കറുമായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് ശ്രീ VM സുധീരൻ, അദ്ദേഹം ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഞാൻ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതേപോലെ നമ്മുടെ പ്രിയങ്കരനായ മുൻ MP കൂടിയായിട്ടുള്ള
ശ്രീ പന്നൻ രവീന്ദ്രൻ അദ്ദേഹം ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ബഹുജന പ്രക്ഷോഭങ്ങൾക്ക് കരുത്തു പകരുന്ന സാന്നിധ്യമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ KPA മജീദ് MLA SDUവിന്റെ നേതാവ് കൂടിയാണ്. അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ശ്രീ KP രാജേന്ദ്രൻ AITC ജനറൽ സെക്രട്ടറിയാണ്, മുൻ മന്ത്രിയാണ്. നമ്മുടെ എല്ലാ പ്രക്ഷോഭങ്ങൾക്കും കരുത്തു പകർന്നുകൊണ്ട് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ M വിജയകുമാർ അദ്ദേഹം കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ആലപ്പുഴയിൽ നിന്ന് ഈ സംഘാടനത്തിൽ ഈ കൺവെൻഷനിൽ ഓൺലൈനായിട്ട് പങ്കുചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഔപചാരികതയിൽ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. 1910 ഇലക്ട്രിസിറ്റി ആക്ട് 1948 ഇലക്ട്രിക് സപ്ലൈ ആക്ട് എന്നിവ പ്രകാരം ഈ മേഖല പൊതുമേഖലയിൽ നിർത്താനാണ് വിഭാവനം ചെയ്തത്. എന്നാൽ 2003 വാജ്പേയി സർക്കാർ ഈ മേഖലയാകെ സ്വകാര്യ കുത്തകൾക്ക് അടിയറ വെക്കാൻ ഒതുങ്ങുന്ന തരത്തിൽ പുതിയ ഇലക്ട്രിസിറ്റി ആക്ട് 2003 പാർലമെന്റിൽ പാസാക്കി. വസ്തു ആക്ട് പ്രധാന വ്യവസ്ഥയാണ് സംസ്ഥാനത്തെ വൈദ്യുതി ബോർഡുകളെ അൺബണ്ടിൽ ചെയ്ത് വ്യത്യസ്ത കമ്പനികളാക്കുക എന്നത്. തുടർന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും വൈദ്യുതി ബോർഡുകളും വിഭജിച്ചപ്പോഴും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ അതിന് ബദൽ നയം ചെയ്യുകയും വസ്തു ആക്ടിലെ 108 വകുപ്പ് പ്രകാരം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ വിഭജിക്കാതെ ഒരു കമ്പനിയായി പൊതുമേഖലയിൽ തന്നെ കാര്യക്ഷമതയോടെ നിലനിർത്തി മാതൃക കാണിച്ചു. ഇത് മറ്റു സംസ്ഥാനങ്ങൾക്ക് പ്രയോജനമാവുകയും സ്വകാര്യവൽക്കരണം നിർദ്ദിഷ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും തടസ്സം ചെയ്തു. എന്നാൽ വീണ്ടും അധികാരത്തിൽ വന്ന BJP സർക്കാർ ഈ കാലയളവിൽ ഉത്പാദന മേഖലയിലെ സ്വകാര്യവൽക്കരണം മാത്രമാണ് ലക്ഷ്യപ്രാപ്തിയിലെത്തിയത് എന്ന് മനസ്സിലാക്കി വിതരണ മേഖല കൂടി സ്വകാര്യവൽക്കരണ ഉദ്ദേശവുമായി 2014 കരട് വൈദ്യുതി നിയമ ഭേദഗതി ബില്ലുമായി രംഗത്ത് വന്നു. രാജ്യത്തെ മുഴുവൻ ഇടതുപക്ഷ ചിന്താഗതിക്കാരെയും ഒരുമിച്ച് നിർത്തി ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയതിന്റെ ഫലമായാണ് അന്നു മുതൽ ഇന്നുവരെ ക്രിസ്തുവിനെ നീട്ടിക്കൊണ്ടുപോയത്. ഇന്ത്യ ചരിത്രത്തിൽ സുപ്രധാനമായ ദേശീയ കർഷക സമരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഈ ഭേദഗതിയിൽ പിൻവലിക്കുക എന്നതാണ്. ആയതിനാൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷം കർഷകർക്ക് വാക്കാൽ ഉറപ്പ് നൽകിയതുമാണ്. എന്നാൽ നടപ്പ് പാർലമെന്റ് സെഷൻ ഈ ബിൽ അവതരിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഇതിനെതിരായി ശക്തമായി പ്രതിരോധിക്കേണ്ടത് ഈ നാട്ടിലെ മുഴുവൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും മറ്റു പാവപ്പെട്ട ജനങ്ങളുടെയും കർഷകരുടെയും ആവശ്യമാണ്. അതിനുവേണ്ടി ഇതിനോടകം തന്നെ കേരളത്തിൽ മുഴുവൻ MPമാർക്കും ഈ ബില്ലിനെ സംബന്ധിച്ച് വിയോജനക്കുറിപ്പ് രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ട്. പുസ്തകത്തിൽ നിന്ന് പിന്മാറണമെന്ന് കാണിച്ച് ഊർജ്ജവകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകുകയും ഉണ്ടായി. ഇതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ അതാണ്. വിതരണ മേഖല ലൈസൻസിംഗ്, അതിലൂടെ സ്വകാര്യവൽക്കരണം, ക്രോസ് സബ്സിഡി ഇല്ലാതാക്കാൻ, പാവപ്പെട്ടവർക്ക് വൈദ്യുതി ബില്ലിൽ വർധനവ്, 12,500 കോടിയുള്ള ആസ്തിയുടെ പൊതു സ്വത്ത് സ്വകാര്യ മേഖലയ്ക്ക് അടിയറ വയ്ക്കുക. നമ്മുടെ ഈ വിതരണ ശക്തിയിൽ ആർക്ക് വേണമെങ്കിലും വിതരണം നടത്താനുള്ള സൗകര്യം ഉണ്ടാകുക. അതോടുകൂടി നമ്മൾ ഈ ആളുകളുടെ നികുതി പണം കൊണ്ട് കെട്ടിപ്പടുത്ത ഈ വിതരണ ശൃംഖല സ്വകാര്യ കമ്പനിയുടെ കയ്യിലേക്ക് ഇത് പോവുകയാണ്. ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഇത് ഉപയോഗിക്കാവുന്നതാണ് നയത്തിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കരാറുകൾ ഒപ്പിടുന്നുണ്ട്. പവർ പർച്ചേസിന്റെ കരാർ ഒപ്പിടില്ല. അതൊന്നും അവർക്ക് ബാധകമല്ല. നമ്മൾ 5 രൂപയ്ക്കോ 4 രൂപയ്ക്കോ കരാറ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച കരാർ 25 കൊല്ലത്തിനൊക്കെ ഒപ്പിട്ടില്ല. ആ കരാറൊന്നും അവർക്ക് ബാധകമല്ല. അവർക്ക് ചുരുങ്ങിയ ചെലവിൽ കിട്ടിയാൽ അത് ഇവിടെ കൊണ്ട് വിതരണം നടത്താനുള്ള സൗകര്യം കിട്ടും. ഏറ്റവും നല്ല കസ്റ്റമേഴ്സിനെ അവർ ഉപയോഗിക്കുന്നു. അവർക്കത് വേണമെങ്കിൽ ഒരു പ്രത്യേകമായ സ്ഥലം മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ മാത്രം ഉൾപ്രദേശങ്ങളിലൊന്നും അവർക്ക് കൊടുക്കാൻ ഒരു ബാധ്യതയില്ല. അതിന്റെ ആക്ട് പ്രകാരം ഓരോ പ്രദേശം തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ഏറ്റവും നല്ല കസ്റ്റമേഴ്സിനെ നോക്കി അവർ തിരഞ്ഞെടുത്ത് വരുമ്പോൾ നമുക്ക് വളരെ ദൂരം ലൈനിട്ടവർ പാവപ്പെട്ട ആളുകൾ ഇപ്പോൾ 30 യൂണിറ്റ് വരെ നമ്മൾ ഇലക്ട്രിസിറ്റി ഫ്രീ ആക്കി. അഗ്രികൾച്ചറിന് 1.85 വരെ കൊടുക്കുന്നുണ്ട്. ഇന്നലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് നമ്മൾ കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് ചെറുകിട കമ്പനികൾക്ക് ഫിക്സഡ് ചാർജ് അളവ് കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യാൻ ഇനി സാധ്യമയില്ലെങ്കിൽ സ്വപ്നത്തിൽ കാണാൻ മാത്രമേ ഇലക്ട്രിസിറ്റി നമ്മൾ
1.5 റുപ്യക്കും 2 റുപ്യക്കും കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കും നല്ല കസ്റ്റമേഴ്സ് 5 റുപ്യക്കും 4 റുപ്യക്കും കൊടുക്കുന്ന കസ്റ്റമേഴ്സൊക്കെ അവർ എടുത്താൽ എൽഡിസി ബോർഡിന്റെ സ്ഥിതി എന്തായിരിക്കും? അത് ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായമേ ചോദിക്കുന്നില്ല, സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കില്ല. അപ്പൊ ഈ ഫെഡറൽ വ്യവസ്ഥയ്ക്ക് തന്നെ ഇതെതിരാണ്. ഇതിനെതിരെ ശക്തമായ ജനപ്രക്ഷോഭം തന്നെ വേണം. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിരുന്നത് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു, DP ഞാനും കൂടി ഒന്ന് സംസാരിച്ചു. ഒരു നല്ല കാര്യം നമുക്ക് ഇവിടെ യോജിച്ചുകൊണ്ട് ഒരു പ്രമേയം നിയമസഭ പാസാക്കാനുള്ള തീരുമാനമില്ല. ഞാനത് നോക്കുന്നില്ല, ഒരുപാട് ആളുകളെ ഇവിടെ പ്രസംഗിക്കാനാണ്. എനിക്കൊരു അഭ്യർത്ഥന എല്ലാവരോടും ഉള്ളത്, ഇത് ബാധിക്കപ്പെടുന്ന നമ്മൾ ജീവനക്കാരനെ ബാധിക്കുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ആ ജനകീയ നിങ്ങളുടെ പ്രക്ഷോഭത്തിന് ജനങ്ങളുടെ ഒരു സഹായം വേണം. 30 യൂണിറ്റ് വരെ താഴെ നമ്മൾ ആനുകൂല്യം കൊടുക്കുമ്പോൾ ആ ജനങ്ങൾ നമ്മുടെ ഇതിന്റെ സമരത്തിന് വരട്ടെ, കൃഷിക്കാരൻ വരട്ടെ. കൃഷിക്കാരൻ എന്താ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ഫീഡർ വരാനുള്ളതാണ്. സെപ്പറേറ്റ് ഫീഡർ വന്നാൽ ആര് കൊടുക്കുന്നത്? കമ്പനികളായിട്ട് എടുക്കില്ല. അത് ₹1.55 അല്ലെങ്കിൽ ₹2 കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി അവർ ഏറ്റെടുക്കില്ല. ആ ഫീഡർ സെപ്പറേറ്റ് വന്നാൽ അവരത് ഒഴിച്ചിടാനുള്ള സൗകര്യം ഉണ്ടാക്കും. മറ്റ് ഫീഡറുകളിൽ കൂടെ ഉയർന്ന വിലയ്ക്ക് അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് എതിർപ്പ് കൃഷിക്കാരുടെ, അതുകൊണ്ടാണ് കർഷക സമരക്കാർ അതിനെ എതിർത്തത്. അവരുടെ ഉദ്ദേശം വെച്ചാൽ ഇതെല്ലാം സ്വകാര്യവൽക്കരിക്കുകയാണ്, അല്ലെ? കൃഷി പോലും സ്വകാര്യവൽക്കരിക്കാനാണ് ഇപ്പൊ നീങ്ങുന്നത്. ഈ കർഷക സമരത്തിന്റെ ഉദ്ദേശം എന്താ? കൃഷിയിൽ ഏറ്റവും അതിന് വളരെ ബോധപൂർവമാണ് അവർക്ക്. ഇപ്പൊ സഹകരണ സംഘം, സഹകരണ ബാങ്കുകളുണ്ട്. എന്താ റിസർവ് ബാങ്കിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അറിയും, ഇനി ബാങ്ക് എന്ന് പേര് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ വന്നിരിക്കുകയാണ് നിർദ്ദേശം. ബില്ലല്ല ഞാൻ പറയുന്നത്, പുതിയ ബില്ലല്ല. ഇപ്പൊ സഹകരണ സംഘത്തിന്റെ ബാങ്ക് എന്ന് പേര് ഉപയോഗിക്കാൻ പാടില്ല. ബാങ്കിലെ മെമ്പർമാരിൽ നിന്ന് മാത്രമേ ഡിപ്പോസിറ്റ് സ്വീകരിക്കാൻ പാടുള്ളൂ. മെമ്പർമാർക്ക് മാത്രമേ വിതരണം നടത്താൻ പാടുള്ളൂ. ഇപ്പൊ എന്റെ പഞ്ചായത്തിൽ തന്നെ 2 സർവീസ് ബാങ്കുകളുണ്ട്. ഒന്നിലൊരു 110 കോടിയുണ്ട്, ഒന്നിലൊരു 100 കോടിയുണ്ട്. അവിടെ ആ സർവീസ് ബാങ്കിന്റെ അതിർത്തി നിന്ന് 4-5 കോടി മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ പുറത്തുള്ള ഡിപ്പോസിറ്റുകളാണ്. അവിടെ ഒരു കുട്ടിക്ക് കല്യാണം വെച്ചാൽ നീ എന്താ കല്യാണം ഉറപ്പിച്ച് ചോദിച്ചാൽ നമ്മുടെ ബാങ്ക് ഉണ്ടല്ലോ. പാവപ്പെട്ടവൻ അത്രയും ഒരു വിശ്വാസമാണ് ആ സ്ഥാപനത്തിന് തകർക്കാൻ പോകുക. ആ തകർക്കാൻ പോകുന്നതോടുകൂടി കാർഷിക മേഖലയിൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. കാർഷിക മേഖലയിൽ പാവപ്പെട്ട കൃഷിക്കാർക്ക് എപ്പോൾ ഏത് സമയത്ത് പോയാലും ലോൺ കിട്ടുന്ന അവസ്ഥ ഇനി ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ അവിടെയാണ് കോൺട്രാക്ട് ഫാമിംഗ് കൊണ്ടുവന്ന് ഇവിടുത്തെ ബഹുരാഷ്ട്ര കുത്തകൾക്ക് അവരുടെ കൃഷി ഉൽപ്പന്നങ്ങൾ ഒരു കരാർ വ്യവസ്ഥയിൽ അവരുടെ ബുദ്ധിമുട്ട് അനുസരിച്ചിട്ട് അതിന്റെ വില നിശ്ചയിച്ചുകൊണ്ട് കരാർ വ്യവസ്ഥയിൽ കൊടുക്കാൻ നിൽക്കുമ്പോൾ എന്താകും? ആ കോർപ്പറേറ്റുകളുടെ അടിമയാവും. അതിനൊരു കേസ് വന്നാൽ ഇവിടെ പോകണം, ബോംബെയിലോ ഡൽഹിയിലോ ആണ് പോകുന്നത്. കൃഷിക്കാരൻ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആദ്യം കേസെടുക്കാം, ഇവിടെ തന്നെ ചെയ്യാം. അപ്പൊ അങ്ങനെ കൃഷിഭൂമിയും അവർക്ക് കിട്ടും. ഇവിടുത്തെ ഭൂപരിഷ്കരണ നിയമം തന്നെ പോകുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പൊ ഇതിനൊക്കെ എതിരായിട്ടൊരു ചെറുത്തുനിൽപ്പ് നമുക്ക് എല്ലാവരും ഒന്നിച്ചു കൊടുത്തുള്ള കൃഷിക്കാരൻ, കർഷക തൊഴിലാളി എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. ഒരുപാട് നേതാക്കന്മാരെ ഇവിടെ പ്രസംഗിക്കാനുള്ളതുകൊണ്ട് തീർച്ചയായും ഈ സമരത്തിന് എൻ്റെ ഭാഗത്തും ഗവൺമെന്റിന്റെ ഭാഗത്തും എല്ലാ ആളുകളുടെ ഭാഗത്തും പിന്തുണയുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത കുട്ടികൾക്കും നമുക്ക് ഊർജം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ ശുദ്ധജലം എത്ര പ്രാധാന്യമുണ്ടോ അത്രയും വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ ഊർജത്തിനുള്ളത്, അഥവാ വൈദ്യുതിക്കുള്ളത്. പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഊർജമില്ലാതെ അഥവാ വൈദ്യുതി ഇല്ലാതെ ഒരു നിമിഷം നമുക്ക് ജീവിക്കാൻ കഴിയാത്ത സാധ്യതയുണ്ട്. ഇപ്പം തന്നെ ഇപ്പം നമ്മളൊരു ജീവിക്കുകയാണ്. ഈ ഫാനെല്ലാം വരുന്നവരെ പ്രയോഗിക്കുന്നത് ഊർജം കൂടുതൽ ഉത്പാദിപ്പിക്കുക, ഊർജത്തിൻ്റെ ചെലവ് എല്ലാവർക്കും ഊർജം നമ്മൾ നൽകുക, ഊർജത്തിൻ്റെ ചെലവ് കുറയ്ക്കുക,
അതുകൊണ്ട് ആധുനിക മാർഗങ്ങളെല്ലാം ഉപയോഗിച്ച് എങ്ങനെ കൂടുതൽ ഊർജ്ജം ഉത്പാദിപ്പിക്കാമെന്നും എങ്ങനെ ഊർജത്തിന്റെ ചെലവ് എങ്ങനെ കുറച്ചു കൊണ്ടുവരാമെന്നതിനെ പറ്റിയാണ് ഇപ്പം നമ്മളാകെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിന് ഇവിടെ ജലവൈദ്യുതി, താപനിലയം, കൽക്കരി നിലയം, ഇങ്ങനെ വിവിധ സൗരോർജം, ഇങ്ങനെ വിവിധ സാധ്യതകളാണ്. ഇതെല്ലാം ഉപയോഗിച്ചാലും നമുക്ക് ആവശ്യത്തിന് ഊർജമില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതിയിലാണ്. അത്ര വലിയ പ്രാധാന്യമാണ് മനുഷ്യ സമൂഹത്തെ, മാനവരാശിയെ സംരക്ഷിച്ചുള്ളൂ നമ്മുടെ നിത്യ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഊർജ്ജരംഗം ഇപ്പൊ സ്വകാര്യവൽക്കരിക്കുക, ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന കുത്തകൾക്ക് വേണ്ടി ഇത് തീർത്തി കൊടുക്കുക എന്ന സ്വകാര്യവൽക്കരണ നയമാണ് നടപ്പിലാക്കുന്നത്. കാലങ്ങളായി ഈ രംഗത്ത് നടന്ന പരിഷ്കരണങ്ങളെ ചേർത്ത് ഒരു കമ്പനി എന്ന നിലയിൽ, പ്രധാനം എന്ന നിലയിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നിലനിന്നു എന്ന കാര്യം അഭിമാനപൂർവ്വം നമുക്ക് തെളിയിക്കാൻ കഴിയുന്നതാണ്. ആ സ്ഥാപനം ഇന്നലെ നാളെ ഇന്നതിൻ്റെ സ്വഭാവം എല്ലാം മാറ്റി ഈ പാർലമെന്റിൽ തന്നെ വാർത്താഘോഷിക്കുന്ന നിയമം അവതരിപ്പിക്കാനാണ് പോകുന്നത്. ഏതാനും ബില്ലുകൾ ഇപ്പോൾ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പാസ്സാക്കി വരുന്നൊന്നും അറിയില്ല, പാസ്സാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുമേഖലയെ നിലനിർത്തി വൈദ്യുതി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് മുന്നിൽ സംരക്ഷിച്ച് പരമാവധി ഊർജ്ജം ഉത്പാദിപ്പിച്ച് കൃഷിക്കാർക്കും പാവപ്പെട്ടവർക്കും എല്ലാവർക്കും സമ്പൂർണ്ണ വൈദ്യുതി നടത്തി വൈദ്യുതി കത്തില്ലാതെ ലോഡ് ഷെഡിംഗ് ഇല്ലാതെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന കാര്യം ഈ രംഗത്ത് പ്രത്യേകിച്ചും പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് കൂടുതൽ അറിയാമെന്ന് എനിക്കറിയാം. ഇത് നിലനിർത്തിപ്പോയതാണ് കമ്പനി എന്ന നിലയിൽ, പൊതുമേഖലയിൽ. ഇത് സ്വകാര്യവൽക്കരിക്കുന്നതിന് മുൻപ് മുതൽ നടന്ന നയങ്ങളെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കേരള ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമായി പ്രത്യേകം നിലനിന്നു പോകുന്നു. എന്നാൽ ഇതെല്ലാം ഇപ്പം മാറാൻ പോവുകയാണ്. ഈ സംവിധാനമാണ് മാറുന്നത്. നമുക്ക് അവസാനം എഴുതും ഊർജ്ജം ഉത്പാദിപ്പിക്കുന്ന കുട്ടികൾ അവരെ ജലനഷ്ടം ഇവിടെ നമ്മൾ ഈ സംവിധാനമെല്ലാം ഉപയോഗിച്ച് അവരെ ജലനഷ്ടം ഊർജ്ജം വിതരണം ചെയ്ത് ലാഭം ഉണ്ടാക്കണം. നമ്മൾ ഇന്നത്തെ പൊതുമേഖലയെ നിലനിർത്തുന്ന ഇന്ന് പ്രത്യേകിച്ച് മികവിട്ട നിലയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇല്ലാതാകും. അതിവിടെ മാത്രമല്ല, ഇന്ത്യയിലാകെ ഈ രംഗത്ത് മാറ്റം വരുത്താൻ ശ്രമിക്കേണ്ടത് ഇതിൻ്റെ ഭാഗമാണ്. ഇത് ഏറ്റവും വലിയ ഗുരുതരമായ പ്രതിസന്ധിയായിരിക്കും ഉണ്ടാവാൻ പോകുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനെതിരെ അടുത്ത നാളിൽ ദേശീയ തലത്തിൽ തന്നെ ചില പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. ഇനിയും വലിയ ശക്തിയായ പ്രക്ഷോഭവും സമരവും നടന്നു. ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരാണ് പ്രക്ഷോഭണം നടത്തിയത്. ഇപ്പൊ കൃഷിക്കാരുടെ സമരത്തിന് ഒരു പുതിയ ഡിമാൻഡാണ്. 7 മാസം പിന്നിട്ടാൽ ഇന്ത്യൻ കൃഷിക്കാർ നടത്തുന്ന പ്രക്ഷോഭണം ഇതിന്റെ ഭാഗമാണ് എന്ന കാര്യം പ്രത്യേകിച്ച് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വൈദ്യുതി ബോർഡിലെ ജീവനക്കാർ മാത്രം സമരം നടത്തിയ പോരാ. ഇത് മാനവരാശിയുടെ മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഊർജ്ജ സംരക്ഷണം. അത് പൊതുമേഖലയെ നിലനിർത്താൻ കുറെ ആളുകൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതല്ല. അതുപോലെ സാമൂഹ്യമായ പ്രത്യേകത ഊർജത്തിനുണ്ട്. അതിൻ്റെ ഇന്നത്തെ ആശയത്തെ നിലനിർത്താൻ വേണ്ടി നിശ്ചയദാർഢ്യത്തോടുകൂടി പോരാടേണ്ട പൊതുജനങ്ങളുടെ ബാധ്യത എല്ലാ വിഭാഗം ജനങ്ങൾക്കും, ട്രേഡ് യൂണിയനുകൾക്ക് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഈ സമൂഹത്തിന്റെ ഭാവിയിൽ താല്പര്യമുള്ള എല്ലാ വിഭാഗത്തിന്റെ കടമയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലാതെ വൈദ്യുതി ബോർഡിലെ ജീവനക്കാർ മാത്രം സമരം നിർത്തി ഈ പ്രശ്നത്തെ നേരിടാൻ കഴിയില്ല. മറ്റെല്ലാ വിഭാഗവും അത് നിലനിർത്തുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ. ഇതിന് ഒരു ദേശീയ പശ്ചാത്തലത്തിന് നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും തുല്യ പറ്റുന്നതാണ്. പൊതുമേഖല വലിയ ശക്തിയായിട്ട് വളർത്തിക്കൊണ്ടുവരുന്നതിന് സന്തോഷിക്കുന്നു. ഇപ്പൊ
ഇപ്പോൾ 74 വർഷം കഴിഞ്ഞപ്പം അതിന് മുമ്പ് തന്നെ ഇപ്പം സ്വഭാവമാണ് മാറി. പിന്നെ ഇപ്പം നിങ്ങളെങ്ങനെ ഈ പൊതുമേഖലയെ കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ തന്നാൽ മതി, ഞങ്ങൾ ഇത് ഭംഗിയായി നടത്തിക്കോളാം എന്നാണ് സ്വകാര്യ മേധാവിമാർ ഇന്ത്യയിലെ പുസ്തകങ്ങൾ പറയുന്നത്. ആ മേഖലയ്ക്ക് കാര്യങ്ങൾ മാറി എന്ന് അതുമായി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതാണ് അവരെ കമ്പനികൾ ലാഭം മാത്രം രാജ്യത്തിന് സംഭാവന ചെയ്യുന്ന സ്ഥാപനങ്ങളെല്ലാം ഈ നിലയിലെ ആളുകൾക്ക് വിസ്തരിച്ചുകൊണ്ടിരിക്കുക. ആ നയങ്ങളുടെ ഭാഗവുമായി അതുമായി ഈ കാര്യത്തിൽ ബന്ധമുണ്ട് എന്ന് കണ്ടാൽ ആരെ കുറ്റപ്പെടുത്താനാവില്ല. അതുകൊണ്ട് ദീർഘാമത ഫലമുണ്ടാക്കുന്നതാണ് ഈ പുതിയ നയം എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിനെതിരെ വളരെ ശക്തിയായി ഊർജത്തിന്റെ പ്രാധാന്യം, ഊർജം ഉപയോഗിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും അണിനിർത്തിക്കൊണ്ട് വൈദ്യുതി കൊണ്ട് ജീവനക്കാർ മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളെ അണിനിരത്തി ഈ പുതിയ നയമാറ്റങ്ങൾക്കെതിരെ, ഈ സ്വകാര്യവൽക്കരണ നയങ്ങൾക്കെതിരെ വളരെ ശക്തിയായ പ്രക്ഷോഭവും സമരവും സംഘടിപ്പിക്കണം. വലിയ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കണം. ആ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുമ്പോഴാണ് ഇന്ത്യയിലെ തൊഴിലാളി വർഗം നടത്തുന്ന സംഘടിതമായ പണിമുടക്കുകൾ 7 മാസമായി ഇപ്പോൾ ഇന്ത്യയിലെ കൃഷിക്കാർ നടത്തുന്ന പ്രക്ഷോഭവും സമരവും ഇതെല്ലാമായി ഈ കാര്യത്തിൽ നാം നടത്തുന്ന സമരത്തെ കഥാജ്യം പ്രാപിക്കേണ്ടതുണ്ട്. കഥാജ്യം പ്രാപിക്കും. അതുമായി ഇതിനെല്ലാം ബന്ധമുണ്ട് എന്നാണ് എൻ്റെ വിനിതമായ അഭിപ്രായം. അതാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏത് സംസ്ഥാനം വെച്ച് നോക്കിയാലും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഏത് ഗവൺമെന്റുകൾ വന്നപ്പോഴും അത് പൊതുമേഖലയിൽ നല്ല നിലയിൽ നിലനിർത്തി പോകുന്നതിന് ശ്രമിച്ചിട്ടുണ്ട്. അതാ ഏത് ഗവൺമെന്റുകൾ വന്നപ്പം ചില്ലറ മാറ്റങ്ങൾ എന്തെങ്കിലും എല്ലാം വന്നാലും അത് കമ്പ്യൂട്ടറിന്റെ നിലയിൽ നിലനിർത്തി പോയിരിക്കുന്നു എന്ന പ്രത്യേകത നമ്മൾ കാണുന്നതുണ്ട്. അതുകൊണ്ട് സമൂഹത്തിൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളുമായി ഈ കാര്യത്തെ നമ്മൾ ബന്ധിപ്പിക്കേണ്ടതുണ്ട്, അങ്ങനെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ദുരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് ഈ മാറ്റം എന്ന് നമ്മൾ കണ്ട് ഈ രാജ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതി ജനം നടത്തിയ പാവപ്പെട്ട ആളുകൾക്ക് വൈദ്യുതി വീടുകളിൽ എത്തിച്ചു കൊടുക്കുക, ആദിവാസി കോളനികളിൽ വൈദ്യുതി എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്കറിയാം, മൂന്നാറിൽ നിന്ന് 25-50 കിലോമീറ്റർ ദൂരമുണ്ട് ഇളങ്ങലക്കുടി എന്ന് പറയുന്നതുണ്ടായത്. അതാണ് കണ്ണന്തേരം തമ്മിൽ കഴിഞ്ഞാൽ 25 കിലോമീറ്റർ വരക്കത്തൂടെ പോകണം. അവിടെ കേബിള് 5.5 കോടി രൂപ മുടക്കി കേബിളിട്ടാണ് ആദിവാസികളിൽ നമ്മൾ വൈദ്യുതി എത്തിച്ചു കൊടുക്കുമെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുവാൻ. ഇവിടെ വയനാട്ടിൽ ഫോറസ്റ്റിന്റെ ചില തടസ്സമുള്ള തൊഴിൽ എല്ലാ സ്ഥലത്തും നമ്മൾ വൈദ്യുതി കൊടുക്കും. കഴിഞ്ഞ ഗവൺമെന്റ് ഇപ്പം നിലവിലുള്ള LDFന്റെ ഗവൺമെന്റ് തുടർ ഗവൺമെന്റ് എന്ന നിലയിൽ എന്ന നിലയിൽ ഈ മാർഗങ്ങൾ നമ്മൾ തുടർന്ന് പിന്തുടരും എന്ന കാര്യത്തിൽ ഇതിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് അവസരത്തിൽ എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെ ഐക്യപ്പെടുത്തിക്കൊണ്ട് വലിയൊരു ജനകീയ പ്രധാനമായി ഈ സ്വകാര്യവൽക്കരണത്തിനെതിരെ വൈദ്യുതി രംഗം സ്വീകരിക്കുന്ന ഭ്രാന്ത നയങ്ങൾക്കെതിരെ വളരെ ശക്തമായി പോരാടേണ്ടതുണ്ട്. ആ പോരാട്ടം 7 മാസമായി പോരാടുന്ന കൃഷിക്കാര സമരവുമായി കഥാജ്ഞം പ്രാപിക്കും. ആ പോരാട്ടം ഇന്ത്യൻ തൊഴിലാളി വർഗം ഇപ്പോൾ നിരന്തരം നടത്തുന്ന പ്രക്ഷോഭം, അഖിലേന്ത്യാ പണിമുടക്കുകളുമായി എല്ലാം ഇതിന് ബന്ധമുണ്ട് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ ചെറുത്തുക എന്നത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നമുക്ക് ശുദ്ധജലം വേണോ, പ്രാണവായു വേണോ, അതുപോലെ വലിയ പ്രാധാന്യമാണ് ഊർജം എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പോരാടാനുള്ള കർത്തവ്യവും ബാധ്യതയും എല്ലാ വിഭാഗത്തിനും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട് എന്നാണ് എനിക്ക് അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നിശ്ചയമായും ഇലക്ട്രിസിറ്റി രംഗത്തെ പ്രമുഖ സംഘടന, വൈദ്യുതി സംഘടന, വർക്കേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ ഓഫീസർമാരുടെ സംഘടനയും എല്ലാം എല്ലാ വിഭാഗത്തിന്റെ സംഘടനകൾ ചേർന്ന് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചത് തികച്ചും സാധാരണമാണ്. ഈ പോരാട്ടം കൂടുതൽ ഊർജത്തിനോടുകൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്.
അതിലെല്ലാ വിഭാഗം ജനങ്ങളെയും അണിനിരത്താൻ കഴിയേണ്ടതുണ്ട്. രാജ്യത്തെ കൃഷിക്കാരെയും തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും ആദിവാസികളെയും എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ടു പോകുന്നതുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്കെതിരാണ് ഈ പുതിയ നിയമം, ഇലക്ട്രിസിറ്റി നിയമം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ പോരാടേണ്ട ബാധ്യതയുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിശ്ചയമായും വരും നാളുകളിൽ ഈ സമരത്തിന് ഊർജം പകരാൻ ഈ കൺവെൻഷൻ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പാർലമെന്റ് നടപ്പ് സമ്മേളനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിച്ച് പാസാക്കാൻ പോവുകയാണ്. വൈദ്യുതി നിയമ ഭേദഗതി ബിൽ അവതരിപ്പിച്ച് പാസാക്കുന്നതിലൂടെ രാജ്യത്തെ വൈദ്യുതി വിതരണ മേഖലയിൽ സ്വകാര്യ കമ്പനികളെ പ്രവേശിപ്പിക്കാനാണ് കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം ശ്രമിക്കുന്നത്. മത്സരാധിഷ്ഠിത രീതി വരുന്നതോടെ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട വൈദ്യുതി ലഭ്യമാകും എന്നതാണ് പുതിയ ബില്ലിന്റെ വക്താക്കൾ അവകാശപ്പെടുന്നത്. ഒരു പ്രദേശത്ത് തന്നെ ഒന്നിൽ കൂടുതൽ കമ്പനികളെ വൈദ്യുതി വിതരണത്തിന് അനുവദിക്കും. ഇനി മുതൽ വൈദ്യുതി വിതരണത്തിന് ലൈസൻസ് വേണ്ടതില്ല. കമ്പനികൾ സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്താൽ മതിയാകും. ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ വൈദ്യുതി വിതരണം നടത്തണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര റെഗുലേറ്ററി കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്താൽ മതി. സംസ്ഥാനങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഉണ്ടാകുകയില്ല. ഇങ്ങനെ വരുന്ന സ്വകാര്യ കമ്പനികൾ നല്ല തോതിൽ ലാഭം ലഭിക്കുന്ന ഉപഭോക്താക്കളെയും നഗരപ്രദേശങ്ങളെയും കൈകാട്ടും. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും കാർഷിക ചെറുകിട വ്യവസായ ഉപഭോക്താക്കൾക്കും വൈദ്യുതി വിതരണം നടത്തേണ്ട ബാധ്യത പൊതുമേഖലാ കമ്പനികളുടേതായി മാറും. ഇതോടെ പൊതുമേഖലാ കമ്പനികൾ തകരും, ജീവനക്കാർ പിരിച്ചുവിടപ്പെടും. ക്രോസ് സബ്സിഡി എടുത്തുകളയുന്നതോടെ സാധാരണക്കാരുടെ വൈദ്യുതി നിരക്ക് പല മടങ്ങ് വർദ്ധിക്കും. പാവപ്പെട്ടവർ വൈദ്യുതി കണക്ഷൻ ഉപേക്ഷിക്കേണ്ടി വരും. കർഷകർക്ക്, ചെറുകിട സൂക്ഷ്മ ഇടത്തര വ്യവസായികൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭ്യമാകുന്നത് ഇല്ലാതാകും. ഇത് രാജ്യത്തിന്റെ ഉത്പാദന മേഖലയെ മുരടിപ്പിക്കും, തൊഴിലില്ലായ്മ കുതിച്ചുയരുന്നതിന് ഇടയാക്കും. വൈദ്യുതി എന്നത് ഭരണഘടനയിലെ സമവർത്തി പട്ടികയിലാണുള്ളത്. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും അധികാരമുള്ള വിഷയത്തിൽ സംസ്ഥാനങ്ങളെ മുൻതൂക്കിയാക്കി ഏകപക്ഷീയമായി നിയമനിർമ്മാണം നടത്തുന്നത് ഫെഡറലിസത്തിന് എതിരാണ്. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പോലും വിടാതെ പാർലമെന്ററി നടപടിക്രമങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ഭേദഗതി ബിൽ പാസാക്കുവാൻ ശ്രമിക്കുന്നത്. വൈദ്യുതി വിതരണത്തിന് വരുന്ന സ്വകാര്യ കമ്പനികൾ പുതിയ വിതരണ ശൃംഖലകൾ സ്ഥാപിക്കേണ്ടതില്ല. നിലവിൽ പൊതുമേഖലാ കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ളതും രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കെട്ടിപ്പടുത്തതുമായ അതിവിപുലമായ വൈദ്യുതി വിതരണ ശൃംഖലകൾ സ്വകാര്യ കമ്പനികളുടെ ലാഭ കച്ചവടത്തിനായി വിട്ടുകൊടുക്കപ്പെടും. എത്ര കമ്പനികൾ വന്നാലും നിലവിലുള്ള ലൈനുകളിലൂടെയാവും വൈദ്യുതി വിതരണം ചെയ്യുക. ഇതിലൂടെ ഒരു അധിക കാര്യക്ഷമതയും ഗുണമേന്മയും കൊണ്ടുവരുവാൻ കഴിയില്ല. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനം പോലും ലഭിക്കാതാകും. രാജ്യത്ത് സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഒറീസ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെയും നിരവധിയായ നഗരങ്ങളിലെയും അനുഭവം ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. വളരെ നാടിനെ ബാധിക്കുന്ന, ജനജീവിതത്തെ ബാധിക്കുന്ന മർമ്മപ്രധാനമായ ഒരു പ്രശ്നത്തെ കേരളം ഒറ്റക്കെട്ടായി പ്രതികരിക്കേണ്ട ഒരു സന്ദർഭമാണ്. അതിന് കളമൊരുക്കുന്നതിന് വേണ്ടിയുള്ള ഈ മുന്നേറ്റത്തിൽ പങ്കാളിയാകാൻ സാധിച്ചു. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ഞാൻ പ്രതികരിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഐക്യദാർഢ്യം ഈ അവസരത്തിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്, ഇന്ത്യൻ ജനാധിപത്യത്തിന് മഹത്തായ പാരമ്പര്യമില്ല. ഗാന്ധിയൻ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ പടുത്തുയർത്തിയ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനം ജനാധിപത്യ ലോകത്തിൻ്റെ സർവ ആദരവും ആർജിക്കാനായ അഭിമാനകരമായ കഷ്ടത്തിലൂടെയാണ് മുന്നോട്ട് പോയത്. എന്നാൽ ആ മഹത്തായ പാർലമെന്ററി ജനാധിപത്യത്തിൽ കടുത്ത വെല്ലുവിളികളാണ് ഇന്ത്യയിൽ. സർവമൂല്യങ്ങളും നഷ്ടപ്പെടുന്ന പരിതാപകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനം മുന്നോട്ട് പോകുന്നത് എന്ന് പറയാതിരിക്കുക. പാർലമെന്റിനെ നോക്കുകുത്തിയാക്കി ജനവിരുദ്ധ നിയമനിർമ്മാണങ്ങൾക്കുള്ള വേദിയാക്കി മാറ്റിയിരിക്കുന്ന ദുസ്ഥിതിയാണുള്ളത്. മോഡി ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾ
പാസാക്കിയെടുക്കാനുള്ള വേദി മാത്രമായി പാർലമെന്റിനെ തരം താഴ്ത്തിയിരിക്കുന്നു എന്നുള്ള അതീവ പ്രതിഷേധാർഹമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ജനദ്രോഹ നിയമങ്ങൾ പാസാക്കുകയും നടപ്പാക്കുകയും പൗരാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും നിഷേധിക്കുകയും ഭരണഘടനയുടെ അന്തസത്ത അട്ടിമറിച്ച് ഫെഡറൽ സംവിധാനത്തെ കത്തിവയ്ക്കുകയും ചെയ്യുന്ന നടപടികളാണ് ഒന്നൊന്നായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ സമവികാസങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിലും മറ്റ് അന്തർദേശീയ വേദികളിലും ഇതുപോലെ വിമർശനം ഉയർന്ന കാലഘട്ടം മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല. ആഗോള ജനാധിപത്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 53ാം റാങ്കിലേക്ക് പിന്തള്ളപ്പെട്ടത് തന്നെ ഇന്ത്യയെക്കുറിച്ചുള്ള ലോകാഭിപ്രായത്തിന്റെ പ്രതിഫലനമാണ്. 2014 27ാം റാങ്കിലായിരുന്നു ഇന്ത്യ. 2016 അത് 32-ലെത്തി. ഇപ്പോഴാകട്ടെ 2020 53ാം റാങ്കിലേക്ക് കൂട്ടിയിരിക്കുന്നു. ജനാധിപത്യ സംവിധാനത്തിന്റെ ഗുണനിലവാരം, സർക്കാരിന്റെ പ്രവർത്തനം, രാഷ്ട്രീയ പങ്കാളിത്തം, പൗരാവകാശ നിഷേധം ഉൾപ്പെടെയുള്ള ഘടകങ്ങളെ വിലയിരുത്തിയാണ് ആഗോള ജനാധിപത്യ സൂചിക തയ്യാറാക്കുന്നത്. UK ആസ്ഥാനമായ എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് ലോകത്തിലെ 167 രാജ്യങ്ങളിൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് പ്രകടമാക്കുന്നത്. ആ റിപ്പോർട്ട് പ്രകടമാക്കുന്നത് അന്തർദേശീയ തലത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ യശസ് എത്രമാത്രം ഇടിഞ്ഞിരിക്കുന്നു. ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ജനാധിപത്യ ലോകത്ത് എത്രമാത്രം പുറകോട്ട് പോയിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചികയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോഡി ഭരണകൂടത്തിന്റെ തെറ്റായ ചെയ്തികളാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനതാല്പര്യത്തിന് യാതൊരു പ്രാധാന്യവും പ്രസക്തിയും കാണാതെ വൻകിട കോർപ്പറേറ്റുകൾക്കും വർഗീയ ശക്തികൾക്കും രാജ്യത്തെ അടിയറ വെച്ച ഇതുപോലൊരു സർക്കാർ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഭരണമെന്നാൽ കോർപ്പറേറ്റ് പ്രീണനം, കോർപ്പറേറ്റ് സംരക്ഷണം, കോർപ്പറേറ്റ് ക്ഷേമം എന്നത് മാത്രമായി സർക്കാരിൻ്റെ അജണ്ട ചുരുങ്ങിയിരിക്കുന്നു. വിദേശ മുതലാളിത്തത്തിന്റെ നീരാളിപ്പൊരുത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയെ വിദേശ സ്വദേശ കുത്തക കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്ന പ്രക്രിയ അതിവേഗതയിൽ തന്നെ മുന്നോട്ട് പോകുകയാണ്. രാജ്യം സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുന്നതും തൊഴിലില്ലായ്മ പെരുകുന്നതും അതിരൂക്ഷമായ വിലക്കയറ്റത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടുന്നതും സർക്കാർ വഴിയൊരുക്കി അടിച്ചേൽപ്പിക്കുന്ന ഇന്ധന വില വർധനവിനാൽ ജനങ്ങളുടെ നടുമുടിയുന്നതും ശിഥിലീകരണ വർഗീയ ശക്തികളുടെ ഇടപെടലുകൾ കൊണ്ട് സമാധാന ജീവിതം ഇല്ലാതാക്കുന്നതും കേന്ദ്ര സർക്കാരിന് പ്രശ്നമേയല്ല. സാധാരണക്കാരുടെ ജീവിതം തകർത്തിട്ടായാലും എങ്ങനെയെല്ലാം കോർപ്പറേറ്റ് ഭീമന്മാർക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാമോ അത് മാത്രമാണ് മോഡി സർക്കാരിന്റെ ലക്ഷ്യം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മൾ അറിയുന്നു. കോർപ്പറേറ്റ് പ്രീണനത്തിനായി ആ ലക്ഷ്യത്തെ മുൻനിർത്തി കോർപ്പറേറ്റുകളെ പീഡിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലോകത്തിന് മാതൃകയായി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന പരിസ്ഥിതി നിയമങ്ങളുടെ അന്തസത്ത തകർത്ത് പുതിയ നിയമങ്ങളും നടപടികളും ഇവിടെ രൂപം കൊണ്ടു. മോഡിയുടെ ആദ്യ ശ്രമം പരിസ്ഥിതി നിയമങ്ങളെ അട്ടിമറിക്കലായി. ദേശീയ ഹരിത ട്രിബ്യൂണലിനെ ദുർബലപ്പെടുത്തി കോർപ്പറേറ്റ് താൽപര്യ സംരക്ഷണാർത്ഥം തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനുള്ള നിയമങ്ങളൊക്കെ അട്ടിമറിക്കപ്പെട്ടു. സ്ഥിരം നിയമനങ്ങൾക്ക് വിട നൽകി കരാർ നിയമനങ്ങൾ സ്ഥിരം സംവിധാനമാക്കിയതോടുകൂടി സാമൂഹ്യ നീതി പോലും ഉറപ്പുവരുത്തുന്ന സാഹചര്യം ഇല്ലാതായി. കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റത്തിന് കളവൊരുക്കുന്നതിനായി കർഷക ദ്രോഹ നിയമങ്ങൾ പാർലമെന്റിൽ ചർച്ച കൂടാതെ അടിച്ചേൽപ്പിച്ചു. പ്രിയപ്പെട്ട മണിയാശാനോട് നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട സംഗതി അതുതന്നെയാണ്.
കർഷകർ പ്രതികൂലമായ കാലാവസ്ഥയെ തരണം ചെയ്തുകൊണ്ട്, പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ട് കർഷകർ നടത്തിവരുന്ന പ്രക്ഷോഭം വളരെ ശക്തമായി ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കർഷകരുടെ ഒരാവശ്യം, കർഷകർ ഉന്നയിച്ചതും അടുത്ത കാലത്ത് ഉന്നയിച്ചൊരു ആവശ്യം ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ള ഈ വൈദ്യുതി സ്വകാര്യവൽക്കരണ ബില്ലുകൾ പിൻവലിക്കുക എന്നതുകൂടിയാണ് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കർഷകർ നടത്തിവരുന്ന ധീരമായ പോരാട്ടം അഭിമാനകരമാണ്. രാജ്യത്തിന്റെ പിന്തുണ ആ സമരത്തിനുണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ടതാണ്. ഇതിനകം തന്നെ നരേന്ദ്രമോദി സർക്കാർ 35 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഉൾപ്പെടെ 8 എണ്ണത്തിന്റെ ട്രാൻസ്ഫർ പൂർത്തിയായി. മറ്റെല്ലാം വിവിധ ഘട്ടങ്ങളിലായി മുന്നോട്ട് പോവുകയാണ്. 2021 ജനുവരി 27 ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം പുതിയ പോളിസി അംഗീകരിച്ചു. അതായത് ന്യൂ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് പോളിസി ഫോർ ആത്മനിർഭർ ഭാരത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ തന്ത്രപ്രധാന മേഖലകളായ ആറ്റോമിക് എനർജി, സ്പേസ്, ഡിഫൻസ്, ട്രാൻസ്പോർട്ട് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, പവർ, പെട്രോളിയം, കോൾ ആൻഡ് അതർ മിനറൽസ്, ബാങ്കിംഗ് ആൻഡ് ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് എന്നീ തലങ്ങൾ സ്വകാര്യവൽക്കരണത്തിന് തുറന്നു കൊടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെയാണ് റെയിൽവേ, വിമാനത്താവളങ്ങൾ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, IDBI ഉൾപ്പെടെയുള്ള 3 ദേശസാൽകൃത ബാങ്കുകൾ തുടങ്ങിയവയെല്ലാം സ്വകാര്യവൽക്കരിക്കുന്നതിന് നടപടികൾ ആയിട്ടുള്ളത്. അതായത് അടുത്ത കാലത്ത് മോദി പറഞ്ഞൊരു കമന്റ് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? ബിസിനസ് നടത്തുകയല്ല സർക്കാരിന്റെ ബിസിനസ്. മോഡിയുടെ വാക്കുകളാണ്. അതായത് അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്: ഗവൺമെന്റ് ഹാസ് നോ ബിസിനസ് ടു ബി ഇൻ ബിസിനസ്. ഗവൺമെന്റ് ഹാസ് നോ ബിസിനസ് ടു ബി ഇൻ ബിസിനസ്. And his administration is committed to privatizing all PSUs barring the bare minimum in 4 strategic sectors. It is government's duty to support enterprises and business, but it is not essential that it should own and run enterprises. മോദിയുടെ വളരെ ജനദ്രോഹപരമായ ഈ പ്രസ്താവന വേണ്ട രീതിയിൽ പ്രതികരിക്കപ്പെട്ടില്ല എന്നുള്ള ദുഃഖം നമുക്കുണ്ട്. ഇത്ര നഗ്നമായി ഞങ്ങളുടെ ജോലി പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തുകയല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ധിക്കാരമുണ്ടല്ലോ, ആ ഒരു മനോഭാവമുണ്ടല്ലോ. ചോദ്യം ചെയ്യപ്പെടേണ്ട ആ മനോഭാവം വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഈ നിലയിൽ പോയാൽ കേന്ദ്ര ഭരണം തന്നെ സ്വകാര്യ നടത്തിപ്പുകാരെ ഏൽപ്പിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ജനങ്ങൾ തെരഞ്ഞെടുത്ത കേന്ദ്ര ഭരണകൂടത്തിന് അതിന്റെ കീഴിലുള്ള വിമാനത്താവളങ്ങളും റെയിൽവേയും പ്രതിരോധം, ബഹിരാകാശം തുടങ്ങിയ മർമ്മപ്രധാന മേഖലയിലെ പ്രവർത്തനങ്ങളും ഊർജം, പെട്രോളിയം, ഖനനം, ഗതാഗതം തുടങ്ങിയ സുപ്രധാന മേഖലകളും നേരെ ചൊവ്വെ നയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭരണത്തിൽ കഴിച്ചു പോകുന്നത്? ഭരിക്കാൻ കഴിയില്ലെങ്കിൽ ഇതൊക്കെ പുറം നടത്തിപ്പുകാർക്ക് കൈമാറുകയല്ല, മറിച്ച് രാജിവെച്ച് പുറത്തു പോകാനാണ് മോഡിയും കൂട്ടരും തയ്യാറാകേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഏറ്റവും ഒടുവിലത്തെ നീക്കമാണ് നാം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വൈദ്യുതി മേഖലയിലെ സ്വകാര്യവൽക്കരണം. വൈദ്യുതി സ്വകാര്യവൽക്കരണം നടത്തി പരാജയപ്പെട്ട ഒറീസയിലെ അനുഭവത്തിൽ നിന്നും എന്തുകൊണ്ട് സർക്കാർ പാഠം പഠിക്കുന്നില്ല? അനുഭവത്തിൽ നിന്നല്ലേ പാഠം പഠിക്കേണ്ടത്? പക്ഷേ ഒറീസയിലെ പാഠം സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കേണ്ടതായിരുന്നു. ഓഗി ദുരന്തം വന്നപ്പോൾ സ്വകാര്യ മേഖല നടത്തിക്കൊണ്ടിരുന്ന വൈദ്യുത വിതരണം
സംവിധാനമാകെ തകരാറായി പോയി. അവിടെ ആര് ചെയ്യാത്തതെന്നായിരുന്നു തർക്കം. സർക്കാരും സ്വകാര്യ കമ്പനികളും തമ്മിലുള്ള വാദപ്രതിവാദം. തങ്ങൾക്കൊരു ബാധ്യതയുമില്ല, തങ്ങളുടെ ഉത്തരവാദിത്തമൊന്നും സ്വകാര്യ കമ്പനികൾ കടിയൂരാനാണ് ശ്രമിച്ചത്. ഈ വേദിയിൽ CDM പോലെ കോവിഡിന്റെ മറവിൽ കുറെ കാലമായി കാണാതിരുന്ന നേതാക്കൾ പന്നിനെ നേരിട്ട് കണ്ടിട്ട് കുറെ സ്ഥലമായി. അതുപോലെയാണ് നിയമസഭ ഞാൻ അവർ സത്യത്തിലും അപൂർവമായിട്ട് വർഷം 1.5 ഇവിടെ വിഷയം സുധീരൻ സൂചിപ്പിക്കുകയുണ്ടായി. മോഡി സർക്കാരിന് വേണ്ടി അല്ല ബിസിനസ് നടത്തുക, സർക്കാരിന് വേണ്ടി ധരിക്കലാണ് എന്ന് 2021 പറഞ്ഞപ്പോൾ വേണ്ടത്ര പ്രതികരിച്ചില്ല രാജ്യം എന്ന് പറയുന്നു. ഈ നവജീവന നയങ്ങൾക്ക് രൂപം നൽകിയ കാഴ്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കാഴ്ചകളും സ്ത്രീകളും അവർ പറഞ്ഞ മാധ്യമമാണ്. കോൺഫ്ലിക്റ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാതെ ഞങ്ങൾക്ക് ഗവൺമെന്റാണ് പ്രശ്നം. ഗവൺമെന്റ് വേണമെന്ന് നിലനിൽക്കണമെന്നുണ്ടാകണമെന്ന് താല്പര്യം അവിടെ താല്പര്യം സംരക്ഷിക്കാനും അതിപ്പോഴും മോഡി ആവശ്യമാണ്. എന്തായാലും ഈ കൺവെൻഷൻ ഈ സ്റ്റേറ്റ് നടക്കുന്നത്, അതുപോലെ ഇന്ത്യയിലത്തെ സംസ്ഥാനം നടക്കുന്നത് വലിയ പ്രതീക്ഷമാണ്. ഒരു ശുഭസൂചനയാണ്. ഇവിടെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളി സംഘടനകൾ ഒരുമിച്ച് ഈ ജനദ്രോഹ നയത്തെ, തൊഴിലാളിദ്രോഹ നയത്തെ, രാജ്യദ്രോഹ നയത്തെ എതിർക്കുകയാണ്. മറുവശത്ത് കൃഷിക്കാരുടെ സമരം, ആ കൃഷിക്കാരും തൊഴിലാളികളുമൊക്കെ ഒരുമിച്ച് ഇറങ്ങിയിട്ട് മാത്രമേ ഈ ഫാസിസ്റ്റ് ചുമയുള്ള, ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഈ ഏകാധിപത്യ വാഴ്ച അവസാനിക്കാൻ അവരൊരു തീരുമാനമെടുക്കും. എത്ര പ്രതിഷേധമുണ്ടായാലുള്ള തീരുമാനം അവർ നടത്തണം. അത് ഫാസിസത്തിന്റെ ഒരു ലക്ഷണം. ജനങ്ങൾക്ക് പ്രതിഷേധിക്കും, അതിനൊക്കെ അഴിച്ചാൽ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മളിത് ഈ പ്രഖ്യാപനങ്ങൾക്ക് വന്നപ്പോൾ ജനങ്ങൾക്ക് പറഞ്ഞത് ഈ കോവിഡാണ്, ജീവനാണ് വലുത്. പക്ഷേ ഇപ്പോൾ ജീവൻ മരുന്ന് പറയുന്ന പോലെ തന്നെ ജീവിതവും വലുതാണ്. ജീവിതം തകർക്കുകയാണ്. ജനങ്ങൾ ജീവൻ ഉണ്ടായി കരുതുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഓടിക്കൊണ്ടിരുന്നത്.